നമസ്കാരം. 8ലോ 10ലോ പഠിക്കുന്ന കാലത്താണ് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയ ഓർമ്മ. എത്ര തെരഞ്ഞെടുപ്പുകൾ, ഇലക്ഷനുകൾ കഴിഞ്ഞാലും പ്രകടമായ മാറ്റങ്ങൾ മാത്രം നമ്മുടെ നാട്ടിൽ ദൃശ്യമാകുന്നില്ല. ശൈലജ കമന്ററി ആരംഭിക്കുന്നു. ഇന്ന് കഴിയുമ്പോൾ മറ്റൊരു ഇലക്ഷൻ കൂടി നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാവുകയാണ്. ഞാൻ അതേ സമയത്ത് ഒരു വാർത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട്, ജിബൂട്ടി എല്ലാവർക്കും അറിയാമല്ലോ, മിക്കവാറും ആഴ്ചയിൽ ഒരു സർവീസെങ്കിലും ഉള്ള ഒരു പോർട്ടാണ് നമ്മുടെ റെഡ് സീ മുനമ്പിലുള്ള ജിബൂട്ടി. ഒരു കുഞ്ഞു രാജ്യമാണ്. 10 ലക്ഷമാണ് ആകെ ജനസംഖ്യ. ഒരു കുഞ്ഞു പ്രദേശം, 23,000 സ്ക്വയർ കിലോമീറ്റർ എങ്ങാണ്ട് ആകെ ഉള്ളൂ. അവിടുത്തെ ഒരു ഷിപ്പ്യാർഡ് അതിന്റെ പ്രവർത്തനം തുടങ്ങിയ വാർത്ത വായിച്ചപ്പോൾ എന്തോ നമുക്കൊരു ആത്മബന്ധമുള്ള ഒരു സ്ഥലമല്ലേ എന്നുള്ളത് കൊണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കാൻ ശ്രമിച്ചു. ഒഫീഷ്യൽസ് ഇൻ ജിബൂട്ടി ഒഫീഷ്യലി ഇനോഗ്രേറ്റഡ് ദ ജിബൂട്ടി ഷിപ്പ് റിപ്പയർ യാർഡ് ഓൺ April 4 അറിയാലോ, മാർക്കിംഗ് വാട്ട് ദേ കോൾഡ് എ മൈൽസ്റ്റോൺ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രീസ് മാരിടൈം ഇക്കോണമി. കൺട്രി എന്ന് പറയുന്നത് ദുബായ് പോലെയോ സിംഗപ്പൂർ പോലെയോ ഒരു ചെറിയ പ്രദേശമാണ് അവർ കൺട്രി എന്ന്. തീർച്ചയായിട്ടും അവരുടെ കൺട്രിയാണ്. അവിടെ ഒരു ഷിപ്പ് റിപ്പയർ യാർഡ് തുടങ്ങിയപ്പോൾ നമ്മളിവിടെ ദീർഘനാളായിട്ടൊരു കപ്പൽശാലയും ഷിപ്പ് റിപ്പയർ യാർഡും ഒക്കെ 800-850 കപ്പലിലോട്ട് അടുക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ഷിപ്പ് റിപ്പയർ യാർഡില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളിടത്താണ് NDAയുടെ വാഗ്ദാനമായ ഷിപ്പ് റിപ്പയർ യാർഡ് ഉള്ളത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. DSYR എന്ന് പറഞ്ഞാൽ ജിബൂട്ടി ഷിപ്പ് റിപ്പയർ യാർഡ് ഈസ് പൊസിഷൻഡ് ഓൺ 80 hectares. അതാണ് താല്പര്യം കൂടുതൽ ഉണ്ടാക്കിയത്. 80 ഹെക്ടർ സ്ഥലത്താണ് അവർ ഈ ഷിപ്പ് റിപ്പയർ. അപ്പൊ കൃത്യമായിട്ടും 80 ഹെക്ടർ എന്ന് പറയുമ്പോൾ ഒരു 160, കൃത്യം 200 ഏക്കർ. 200 ഏക്കർ ഭൂമിയിലാണ് അവരത് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കുമുണ്ട് ഏകദേശം 200 ഏക്കർ സർക്കാരിന്റെ ഭൂമിയുണ്ട്. വേറെ ഒരു സ്വകാര്യ ഭൂമിയും കയ്യേറണ്ട, ഒരു റിസോർട്ടിനെയും ഓടിക്കേണ്ട, ആരെയും മാറ്റാതെ തന്നെ സർക്കാരിന്റെ കൈവശമുള്ള 200 ഏക്കർ ഭൂമിയിൽ ഒരു കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം തുടങ്ങാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനത്തിലോട്ട് നമുക്ക് ആദ്യത്തെ കാൽ വയ്ക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ തന്നെ, ഇത് നെതർലൻഡ്സിലെ ഒരു കമ്പനിയാണ് അവിടെ പണം മുടക്കുന്നതും അത് നിർമ്മിക്കുന്നതും. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് താല്പര്യം തോന്നി. കാരണം അവര് തന്നെ പണം കണ്ടെത്തുമെങ്കിൽ എന്താണത്? ദ പ്രൊജക്ട് വാസ് ഡെവലപ്ഡ് ഇൻ പാർട്ണർഷിപ്പ് വിത്ത് ഡാമൻ ഷിപ്പ്യാർഡ് ആൻഡ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഫ്രം ഇൻവെസ്റ്റ് ഇന്റർനാഷണൽ ഫ്രം നെതർലൻഡ്സ് വാല്യൂഡ് അറ്റ് യൂറോ 107.5 മില്യൺ അല്ലെങ്കിൽ $124 million. $12.4 കോടി. നമ്മൾ കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 1000 കോടിയോളം വരും. 1000 കോടി രൂപ. 1000 കോടി രൂപ നമ്മുടെ നാട്ടുകാർ വിചാരിച്ചാൽ തന്നെ മൊബിലൈസ് ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടും ഫീസിബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആയതുകൊണ്ട് ഞാൻ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്നലെ തന്നെ അവർക്കൊരു മെയിൽ അയച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് ടെററിസം പലതവണ ഉപയോഗിച്ച വാക്കാണ്. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രെയിനിങ്ങിന് പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ വാക്കാണ് അഡ്മിനിസ്ട്രേറ്റീവ് ടെററിസം. എനിക്ക് ഇന്നലെ രാവിലെ തന്നെ എനിക്കൊരു മറുപടി ലഭിച്ചു. അവരുടെ ഡാമെന്ന് ഒരു മറുപടി ലഭിച്ചു. ഡിയർ മിസ്റ്റർ ജോൺ, thank you for your interest in Daman. Please be informed that in order to investigate feasibility of the project, നമ്മുടെ പ്രൊജക്ടിനെ കുറിച്ചാണ്, നമ്മുടെ കപ്പൽശാല അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി കേന്ദ്രത്തെ കുറിച്ചുള്ള മെയിലിനുള്ള മറുപടിയാണ്. ഇൻവെസ്റ്റിഗേറ്റ് ഫീസിബിലിറ്റി ഓഫ് ദ പ്രൊജക്ട്, we do need some more specific information. Can you please provide? കുറച്ചുകൂടെ വിവരങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ആ പ്രൊജക്ട് മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്റെ ഫീസിബിലിറ്റി അറിയാൻ വേണ്ടി. എന്തൊക്കെയാണ്? വെർ പോസിബിൾ യുവർ റിപ്ലൈസ് ടു ദ ക്വസ്റ്റ്യൻസ് ബിലോ. താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഒരു മറുപടി കിട്ടിയാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി ആ വിഷയത്തിൽ ക്ലാരിറ്റി നൽകാൻ കഴിയും. 1. ദ യാർഡ് ഇൻ ജിബൂട്ടി വാസ് സെറ്റപ്പ്. അവർ ജിബൂട്ടിയിലെ യാർഡ് ഉണ്ടാക്കിയത്. The yard in Djibouti was set up together with a local partner who is the operator
എൻഡ് യൂസർ. അവിടെ അങ്ങനെ ഒരു ലോക്കൽ പാർട്ട്ണർ ഉണ്ട്. ആ ലോക്കൽ പാർട്ട്ണറാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മുടെ കേസിൽ ഹു വിൽ ബി ദ ലോക്കൽ പാർട്ട്ണർ ഇൻ ദിസ് കേസ്? ആരായിരിക്കും നമ്മുടെ ട്രിവാൻഡ്രത്തെ ഈ അറ്റകുറ്റപ്പണി കേന്ദ്രം, ഷിപ്പ് റിപ്പയറിംഗ് യാർഡിന്റെ നടത്തിപ്പുകാരനായി ആരായിരിക്കും? നമ്മുടെ കേരള സർക്കാർ അല്ലെങ്കിൽ ഒരു കമ്പനി രൂപീകരിക്കുക. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു കമ്പനി രൂപീകരിക്കുക, ജനങ്ങളുടെ ഷെയർ വാങ്ങുക, കമ്പനി നടത്തുക. അപ്പോ ഓപ്പറേറ്റർ ആരാണെന്നുള്ളതിന് മറുപടി കിട്ടി. വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഷിപ്പിംഗ് കമ്പനികൾക്ക് താല്പര്യമുള്ള ഷിപ്പിംഗ് കമ്പനിയെ കൊണ്ടുവരാം. കാരണം പ്രൊഫഷണലിസം അത്യാവശ്യമാണ്. രണ്ടാമത്തത്, ഡു യു ഹാവ് എനി ഇൻഡിക്കേഷൻ ഓഫ് ദ ടൈപ്പ്, സൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് വെസൽസ് ടു ബി അറ്റൻഡഡ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എത്രത്തോളം കപ്പലുകളെ നമുക്കിവിടെ അത് സർവീസ് കൊടുക്കേണ്ടി വരും എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാൻ പറഞ്ഞ ഏകദേശം 800ഓളം കപ്പലുകൾ, MSC ഐറനോ ഉൾപ്പെടെ 800ഓളം കപ്പലുകൾ ഇവിടെ വന്നു പോയി എന്നൊരു കണക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായ ഉത്തരവുണ്ട്. ഏകദേശം 200 കപ്പലുകളാണ് ഒരു ദിവസം കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുന്ന ഒരു ലൊക്കേഷൻ, പിന്നെ അവർക്കറിയാം 200 കപ്പലുകൾ കടന്നു പോകുന്ന ഒരു ലൊക്കേഷനിൽ എത്ര കപ്പലുകൾക്ക് സർവീസ് വേണ്ടി വരുമെന്ന് പിന്നെ അവർ തീരുമാനിച്ചോളും. ഡു യു ഹാവ് എനി ഇൻഫർമേഷൻ അബൌട്ട് ദ ലൊക്കേഷൻ, ഡ്രാഫ്റ്റ്, സോയിൽ ടൈപ്പ് എക്സെട്ര? നമ്മുടെ ഇവിടുത്തെ ആഴം, കടലിന്റെ ആഴം, നമുക്ക് യാതൊരു സംശയവുമില്ല അവരെ അത്ഭുതപ്പെടുത്തുന്ന ആഴമായിരിക്കും നമുക്ക് നൽകാൻ കഴിയുക. പിന്നെ സോയിൽ, ടൈപ്പ് ഓഫ് സോയിൽ, അത് നമ്മൾ ഇനി ടെസ്റ്റ് ചെയ്ത് പറയേണ്ടി വരും. എന്തായാലും അത് സംബന്ധിച്ചൊരു പ്രാഥമിക പഠനം നേരത്തെ നടത്തിയിട്ടുള്ളത് കൊണ്ട് ആ റിപ്പോർട്ടൊക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മറുപടി പറയാൻ കഴിയും. വാട്ട് ഈസ് ദ അവൈലബിൾ എസ്റ്റിമേറ്റഡ് ബഡ്ജറ്റ്? മേ ബി ദ നമ്പേഴ്സ് ഫ്രം ദ പ്രിലിമിനറി ബിസിനസ് പ്ലാൻ. നേരത്തെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് എത്രത്തോളം, ബഡ്ജറ്റ്, എസ്റ്റിമേറ്റഡ് ബഡ്ജറ്റ് എത്രയാണ്, അത് സംബന്ധിച്ച് അങ്ങനെ ഒരു പഠനം നടന്നിട്ടില്ലെന്നാണ് അറിവ്. അതൊക്കെ വളരെ പെട്ടെന്ന് പഠിച്ച് ഉത്തരം നൽകാൻ കഴിയുന്നതാണ്. എക്സ്പെക്ടഡ് ടൈം ലൈൻ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ദ ന്യൂ പ്രോജക്ട്, എത്ര നാളുകൾക്കുള്ളിൽ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കണം തുടങ്ങിയ വിവരങ്ങൾ അവർ ചോദിക്കുന്നു. മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മറുപടി കൊടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ റെസ്പോൺസ് വിത്ത് ഇൻട്രസ്റ്റ്. അവർക്ക് വലിയ താല്പര്യമുണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് മറുപടി കൊടുക്കണം. ഇതാണ് ആഗോള തലത്തിൽ ഒരു സ്വകാര്യ മേഖലയുടെ റെസ്പോൺസ്. ഇങ്ങനെയാണ്. ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇടം വലം നോക്കാതെ അതിനുവേണ്ടി ഇറങ്ങുക എന്നുള്ളതാണ് ആഗോള തലത്തിലുള്ള ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ സ്വഭാവം. നമ്മുടെ ഇവിടെ മാത്രമാണ് 10 വർഷവും 15 വർഷം കഴിഞ്ഞാൽ ഒരു ഗേറ്റ് പോലും തുറക്കാതെ. എന്തായാലും ഷിപ്പ് യാർഡ് അല്ലെങ്കിൽ ഷിപ്പ് റിപ്പയർ യാർഡ് ഉണ്ടെങ്കിൽ ആദ്യമേ ഗേറ്റ് തുറക്കുന്ന ഒരു സംവിധാനം ആലോചിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചിന്തിക്കുവാൻ. എന്തായാലും നെതർലൻഡ്സിലെ ഈ കമ്പനി താല്പര്യം കാണിക്കുമ്പോൾ ബാക്കി ഇവിടെ ഇപ്പോൾ തന്നെ NDAയുടെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തം അതിനകത്ത് ഉറപ്പായി കഴിഞ്ഞു. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇല്ലെങ്കിൽ ഉറപ്പാക്കിയിരിക്കും. ഇപ്പോൾ ബോള് സംസ്ഥാന സർക്കാരിന്റെ കോർട്ടിലാണ്. ഏത് ഗവൺമെന്റ് ആയാലും ആദ്യം എടുക്കേണ്ട നടപടി ഇത് സംബന്ധിച്ചാണ് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു തർക്കവുമില്ല. ജനങ്ങളുടെ പൂർണ്ണ സഹകരണമുണ്ട്. നടത്തിപ്പുകാർ റെഡിയാണ്. പണം മുടക്കേണ്ടവരും റെഡിയാണ്. കാരണം ജനങ്ങളുടെ പങ്കാളിത്തമാണ്. സർക്കാരിന്റെ ഖജനാവിൽ, ഓട്ടവീണ ഖജനാവിലെ പണം വേണ്ട. വായ്പകൾ നൽകാൻ അവരുടെ തന്നെ ഉണ്ടല്ലോ, ഇൻവെസ്റ്റ് ഇന്റർനാഷണൽ ഫ്രം നെതർലൻഡ്സ്, അവരുടെ സ്ഥാപനത്തിൽ നിന്ന് ലോൺ കിട്ടും. അങ്ങനെ എന്തുകൊണ്ടും അനുകൂലമായ ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുമ്പോൾ അത് ഉപയോഗപ്പെടുത്തി എടുക്കുവാനുള്ള താല്പര്യം മാത്രമാണ് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വേണ്ടത്. ബാക്കിയെല്ലാം തലസ്ഥാനത്ത് ഇത്തവണയും അവഗണിച്ചാൽ തിരിച്ചടി ഭീകരമായിരിക്കും.